നമസ്കാരം, വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. എല്ലാ വീടുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ തക്കാളി. എപ്പോഴും ആവശ്യമുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ തക്കാളി വാങ്ങി സൂക്ഷിക്കുന്നവരാണ് നമ്മൾ ഏറെയും. തക്കാളിക്ക് വിലയൊക്കെ കുറവാണ് എന്ന് കണ്ടാൽ നമ്മൾ എവിടെ കണ്ടാലും തക്കാളി എന്തായാലും വാങ്ങാതിരിക്കത്തില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ തക്കാളി ചീത്തയായി പോകുന്നതാണ് ഈ തക്കാളിയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ പോലും കൂടെ ദിവസങ്ങൾക്കുള്ളിൽ തക്കാളി ചീഞ്ഞു പോകും. അപ്പോൾ ഇതിന് ഒരു പരിഹാരമാണ് ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഇവിടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകളാണ് തക്കാളി വേഗം ചീഞ്ഞു പോകുവാൻ കാരണമായി തീരുന്നത്. തക്കാളി സൂക്ഷിക്കുന്ന രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്തുകയാണെങ്കിൽ തക്കാളി ഏറെ ദിവസം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കുവാൻ കഴിയും. തക്കാളി 2 ആഴ്ചയോളം കേടുകൂടാതെ ഇരിക്കാൻ നമ്മുടെ മെഴുകുതിരി നമ്മളെ സഹായിക്കും. അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ തക്കാളി എടുക്കുക. തക്കാളി എടുത്തതിന് ശേഷം അതിൻ്റെ ഈ ഞെടുപ്പ് ഭാഗത്തായിട്ട് നമുക്ക് മെഴുകുതിരി ഇതുപോലൊന്ന് ഉരുക്കി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 2-3 ഡ്രോപ്പ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ എല്ലാ തക്കാളിയിലും ഇതുപോലെ മെഴുകുതിരി ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, പുറത്ത് വെക്കണമെങ്കിൽ പുറത്തും വെക്കാം. പുറത്ത് വെച്ചാൽ ഒരാഴ്ച മിച്ചത്തോളം ഇത് എന്തായാലും കേടായി പോകത്തേ ഇല്ല. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് 1 മാസത്തോളം കേടാകാതെ ഇരുന്നോളും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പലപ്പോഴും നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ജോലിയൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ മെഴുകുതിരി ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇനി അടുത്ത ടിപ്പ് നമ്പർ 2. ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ മലയാളികൾ മിക്കവാറും തേങ്ങ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരാണല്ലേ. ഒരു വീട്ടിൽ ചിലപ്പം 1-2 തേങ്ങയ്ക്ക് ഒരു ദിവസം തന്നെ ചിലവാകാറുണ്ട്. അപ്പം വീട്ടമ്മമാരെ സംബന്ധിച്ച് തേങ്ങ പൊട്ടിച്ചെടുക്കുക, ചിതറിപ്പോകാതെ പൊട്ടിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. മിക്കവാറും വീട്ടിലെ പുരുഷന്മാരായിരിക്കും തേങ്ങ പൊട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് ഒട്ടും തന്നെ തേങ്ങ ചിതറിപ്പോകാതെ ഈസി ആയിട്ട് തേങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ തേങ്ങ എടുക്കുക. തേങ്ങയുടെ ഇതുകൊണ്ടോ 2 കണ്ണ് ഇങ്ങനെ അടുപ്പിച്ച് വരുന്നു. പിന്നെ ഒരു കണ്ണ് കുറച്ച് വലിപ്പമുള്ളൊരു കണ്ണാണിത്. അപ്പോൾ ഇങ്ങനെ 3 കണ്ണുകളാണല്ലോ ഉള്ളത്. അപ്പം അതിൻ്റെ ഈ ഓരോ കണ്ണിൻ്റെയും നടുഭാഗത്തു കൂടി ഒരു വര പോകുന്നുണ്ട്. അപ്പം 3 വരകൾ ഇതുപോലെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ തേങ്ങ പൊട്ടിക്കുമ്പം ഈ കുറച്ച് വലിപ്പമുള്ള കണ്ണുണ്ടല്ലോ, വലിപ്പമുള്ള കണ്ണിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ലൈനിൽ കൂടി നമ്മൾ ഒറ്റ അടി കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് തേങ്ങ പൊട്ടി കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം നമുക്കത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇതുപോലെ ആ വലിയ കണ്ണിൻ്റെ ഓപ്പോസിറ്റ് പോകുന്ന ആ ഒരു ലൈനിൽ ഇതുപോലൊരു കത്തി വെച്ചിട്ട് ഒറ്റ തവണ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, അത് ഇങ്ങനെ പൊട്ടി വന്നത് കണ്ടോ, കറക്റ്റായിട്ട് തന്നെ അത് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് സ്ത്രീകൾക്കും ഇനി ഒട്ടും തന്നെ തേങ്ങ പൊട്ടിച്ചെതറി പോകാതെ വണ്ണം കറക്റ്റായിട്ട് 2 മുറിയായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനായിട്ട് മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മൾ തേങ്ങ പൊട്ടിച്ചതിന് ശേഷം അത് മുഴുവനായിട്ടും ഉപയോഗിച്ചിട്ടില്ല, ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് പെട്ടെന്ന് തന്നെ കേടായി പോകും. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ എടുത്ത് തീർന്നിട്ടില്ല എങ്കിൽ തേങ്ങ പെട്ടെന്ന് ഉണങ്ങി അത് ഹാർഡായി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരാതെ നമുക്ക് ഈസി ആയിട്ട് തേങ്ങ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പോളിത്തീൻ കവർ ഉണ്ടെങ്കിൽ സാധിക്കും. നമ്മൾ മിക്കവാറും ഉപ്പൊക്കെ തേച്ചിട്ടായിരിക്കും തേങ്ങ കേടായി പോകാതെ സൂക്ഷിക്കുന്നത്. എന്നാൽ ഉപ്പ് തേച്ചാലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എന്തെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ മധുര പലഹാരമൊക്കെ ചേർത്തുണ്ടാക്കുന്നതാണെങ്കിൽ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് നിലനിൽക്കുമല്ലോ. അപ്പോൾ ഇതുപോലൊരു പോളിത്തീൻ കവറിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ തേങ്ങ ഒട്ടും തന്നെ കേടായി പോകത്തില്ല, ഉണങ്ങി പോകത്തൊന്നുമില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതുപോലൊരു പോളിത്തീൻ കവർ അല്ലെങ്കിൽ സിബ്ലോക്ക് കവർ ഉണ്ടെങ്കിൽ അതിലിട്ടതിന് ശേഷം നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. ടിപ്പ് നമ്പർ 3. ഞാനിവിടെ ഒരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വാട്ടർ ബോട്ടിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ക്ലീൻ ആക്കിയിരിക്കണം. ആഴ്ചയിൽ 1 തവണയെങ്കിലും ഡീപ്പ് ക്ലീൻ ചെയ്തിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് അഴുക്കുകൾ ഉണ്ടാകും. ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗത്തൊരു വഴുവഴുക്കൽ ഉണ്ടാകാം. അതുപോലെ തന്നെ ബാക്ടീരിയയും പൂപ്പലും ദുർഗന്ധവും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വാട്ടർ ബോട്ടിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികൾക്ക് വൃത്തിയാക്കി കൊടുക്കണം. വെറുതെ അങ്ങനെ വാഷ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
നോക്കുക. ഞാനിതിലേക്ക് കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും ഉരുളിമയുള്ള എന്തെങ്കിലും ഒരു സംഭവം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഇതുണ്ടോ പയറുമണികളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഈ ഉപ്പും അതുപോലെ തന്നെ ഈ പയറുമണിയും കൂടെ ഇങ്ങനെ എത്തിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ആ വഴുവഴുക്കലെല്ലാം നമുക്ക് ക്ലീനായി കിട്ടും. നിങ്ങൾക്കറിയാമല്ലോ ഉപ്പിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. ഉപ്പ് നല്ല ഒരു ക്ലീനിങ് ഏജൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ ഉപ്പിട്ടിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ദുർഗന്ധം എല്ലാം പോയിട്ട് വഴുക്കലെല്ലാം പോയിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിൽ അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അമ്മമാർ വളരെയധികം ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള വാട്ടർ ബോട്ടിലുകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് സ്ക്രബ്ബറോ അതല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു പാളിക്ക് കേടുവരുത്തുന്ന തരത്തിൽ കഠിനമായിട്ടുള്ള ഒന്നും തന്നെ ഇട്ട് നിങ്ങൾ ഉരച്ച് തേച്ച് കഴുകരുത്. അപ്പോൾ അതിനൊക്കെയുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഇതുപോലെ ഉപ്പ് കല്ലിട്ടിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. ഇനി അടുത്ത ടിപ്പ് നമ്പർ 4. മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വാതിലുകളും ജനലുകളും ഒന്നും നമുക്ക് കറക്റ്റായിട്ട് അടയ്ക്കാൻ പറ്റത്തില്ല, ചേർത്തടയത്തില്ല, അതിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പം അതിനുള്ള ഒരു പരിഹാര മാർഗ്ഗമാണ് നമ്മൾ ഇന്ന് ഈ ഒരു ടിപ്പിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം മഴക്കാലത്താണ് ഈ പ്രശ്നം ഏറ്റവും കൂടുതലായിട്ടും കാണപ്പെടുന്നത്. നമുക്ക് കുറ്റിയൊന്നും ഇടാനേ പറ്റത്തില്ലായിരിക്കും ചിലപ്പം. അതല്ലെങ്കിൽ വാതിലിൻ്റെ ആ ഒരു കട്ടളയുമായിട്ട് ഈ വാതിൽ ചേരാതെ വരുന്നു. അങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് മഴക്കാലത്ത്. ഒരു മരപ്പണിക്കാരൻ പറഞ്ഞു തന്ന ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഇത് 100% സക്സസ് ആയതാണ് ഞാൻ ചെയ്തിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് വേണ്ടതുണ്ടല്ലോ ഒരു മെഴുകുതിരിയാണ്. അപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ടുള്ള മെഴുകുതിരി ഒന്നും വേണമെന്നില്ല, ചെറിയൊരു പീസ് മെഴുകുതിരിയാണെങ്കിലും മതി. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചേരാതിരിക്കുന്ന കതകിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഈ മെഴുകുതിരി നല്ലതുപോലെ ഒന്നിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. മേള് തൊട്ട് താഴെ വരെയും ചെയ്യണം കേട്ടോ. അതുപോലെ സൈഡിൽ മുകളിൽ നിന്നും താഴെ സൈഡിൽ നിന്നും എല്ലാം കൂടെ അങ്ങ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഉരച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഇതുപോലെ അടയ്ക്കുകയാണെങ്കിൽ നോക്കിയേ, ചേരാതിരുന്ന ആ ഒരു കതക് ഈസി ആയിട്ട് തന്നെ ഇപ്പം നല്ലതുപോലെ ചേർത്തടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഇത് തന്നെ നിങ്ങൾക്ക് ജനലുണ്ടെങ്കിൽ ചേരാത്ത ജനലിലൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ കുറ്റിയിടാൻ പറ്റാത്ത കൊളുത്തുണ്ടെങ്കിൽ ആ കൊളുത്തിലൊക്കെ നമ്മളിങ്ങനെ മെഴുകുതിരി അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഈ മഴക്കാലത്ത് ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സക്സസ് ആയോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കല്ലേ. ടിപ്പ് നമ്പർ 5. ഞാനിവിടെ 2 കറുവാപ്പട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പം കറുവാപ്പട്ട നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സുഗന്ധദ്രവ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. കൂടാതെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും മാനസിക ആരോഗ്യത്തിനും ഒക്കെ ഇത് ഉത്തമമാണ്. ഇതൊക്കെ നമുക്ക് അറിവുള്ള കാര്യമാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഈ കറുവാപ്പട്ടയുടെ ഒരു ഉപയോഗമാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറുവാപ്പട്ട നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം. അപ്പം ഞാൻ ആ പൊടിക്കുന്ന ഒന്നും കാണിക്കുന്നില്ല. അതേ ഞാനിവിടെ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഒരേ ഒരു സ്പൂൺ കറുവാപ്പട്ടയുടെ ഈ ഒരു പൗഡർ എടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു മൺചിരാതാണ്. അതിലേക്ക് ഞാൻ ഈ ഒരു സ്പൂൺ അളവിലുള്ള കറുവാപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കർപ്പൂരം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടോ ഒരേ ഒരു കർപ്പൂരം എടുക്കുക. കർപ്പൂരം ഇങ്ങനെ ടാബ്ലറ്റ് പോലെയാണല്ലോ നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് അത് കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഞെരടി ഒന്ന് പൊടിച്ചൊന്നിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇനി ഇതിലോട്ട് വേണ്ടതുണ്ടല്ലോ കടുകെണ്ണയാണ്. അപ്പോൾ ഞാനിത് ഇതുപോലെ കുറച്ച് കടുകെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു തിരി ഇട്ട് കൊടുത്തൊന്ന് കത്തിക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ആ തിരി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ കത്തിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇപ്പോൾ ദേ നോക്കിക്കാൻ മഴക്കാലമാണ്. മഴക്കാലത്ത് കൊതുകുകളുടെ ശല്യം രൂക്ഷമാണ് അല്ലേ. സന്ധ്യയാകുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ കൊതുകുകൾ കാണപ്പെടുന്നത്. അപ്പോൾ ഇത് വീടിൻ്റെ ഉള്ളിലായാലും പുറത്തായാലും എല്ലാം കൊതുക് ശല്യം വളരെയധികം രൂക്ഷമാണ്. അപ്പം നമ്മൾ ഈ കെമിക്കലുകളുടെ പുറകെയൊക്കെ പോയിട്ട് നമുക്ക് മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും ഒത്തിരി നല്ലതാണ് ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊതുകിനെ തുരത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ സിമ്പിളാണ്, നമുക്ക് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ മാത്രമേ നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ കറുവാപ്പട്ടയുടെ സ്മെല്ലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന കർപ്പൂരത്തിൻ്റെ ഒരു സ്മെല്ലുണ്ട്, കടുകെണ്ണയുടെ ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി ചേരുമ്പോഴേക്കും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള കൊതുകുകൾ മുഴുവൻ പുറത്തേക്ക് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ പല്ലിയെ തുരത്താനും ഒക്കെ ഇത് ഏറ്റവും നല്ലതാണ്. ഇതുകൊണ്ട് ഇത് കഴിഞ്ഞപ്പോഴേക്കും ഒരു പല്ലി ഇതുപോലെ ഇങ്ങനെ വീണിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആ ഒരു സ്മെല്ല് അത്രയും കഠിനമാണ്. അപ്പം ഇത് കണ്ടോ, അപ്പോൾ ഇതിങ്ങനെ മയങ്ങി ഇങ്ങനെ വീണതാണ് കേട്ടോ.
അപ്പം ഇത് കത്തി കഴിഞ്ഞപ്പോഴേക്കുമാണ് ഞാനിത് കണ്ടത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൊതുകിനെയും പല്ലിയെയും പാറ്റയും ഒക്കെ നിങ്ങൾക്ക് തുരത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി കെമിക്കലുകളുടെ പുറകെയൊക്കെ പോകുന്നതിനേക്കാളും ഒത്തിരി നല്ലതാണ് ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.